ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ. ശബരിമലയിലെ വിവാദ സ്വർണപ്പാളി വിവാദങ്ങളും മറ്റ് കോലാഹലങ്ങളെയും കുറിച്ച് ഉള്ള കാര്യമാണ് ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. ശബരിമലയിലെ ഈ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് പലർക്കും വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ഹിന്ദു സമൂഹത്തിന് അതൊരു ചില്ലറ മനോവ്യാധിയല്ല നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നാം വീഡിയോ ചെയ്യുന്നത്. ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം, പ്രതികളെ അറസ്റ്റ് ചെയ്തു, അവരുടെ ജാമ്യകാര്യങ്ങൾ, നെയ്യഭിഷേകവും മറ്റുമായി ബന്ധപ്പെട്ട് കണക്ക് കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ വിമർശനം, തന്ത്രിയുടെ അറസ്റ്റ്, മൊത്തത്തിൽ ഒരു അഴിമതിയുടെ കൂത്തരങ്ങായി ആ കേന്ദ്രങ്ങൾ മാറി. ഇതിൽ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ ഹിന്ദു സമൂഹത്തിനുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പല കോണിൽ നിന്നും പല വിമർശനങ്ങളും വന്നു കഴിഞ്ഞു. ഇവർക്കെതിരെ ഒരു ജനവികാരം തന്നെ ഉണർന്നിരിക്കുന്നു. സന്യാസി വര്യൻ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ശബരിമലയിൽ പോകുമ്പോൾ ഒരു കഷ്ണം കടലാസിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് എഴുതി ഭണ്ഡാരത്തിലിടുക. നായാ പൈസ ഇടരുത്. ഗുരുവായൂർ പോയാൽ ഭണ്ഡാരത്തിൽ നായാ പൈസ ഇടരുത്. ഓം നമോ നാരായണായ എന്ന് എഴുതിയിട്ടോളൂ. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? ശബരിമലയിൽ ഇനി പണമായിട്ട് ആരും ഇടണ്ട, ദൈവത്തിന് ഒരു എഴുത്ത് എഴുതി നിക്ഷേപിക്കുക, ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം എത്രത്തോളം എത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എങ്ങനെ വിശ്വാസം വരും? ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ സ്വർണപ്പാളികൾ അടിച്ചു മാറ്റി പല സ്വർണങ്ങൾ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ സ്വർണം കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് പോലും നടത്തി പൂർണ്ണമാക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രതികൾ 90 ദിവസം കൊണ്ട് നിയമപരമായ രീതിയിൽ നിയമ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടുന്നതാണ് കണ്ടത്. അതായത് മേൽവിഷയത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും ഈ അന്വേഷണ കമ്മീഷന് സാധിച്ചില്ല. അതിൻ്റെ അലവലി തന്നെയാണ് എല്ലാവർക്കും ജാമ്യം ലഭിച്ചത്. മറ്റൊരു കാര്യമാണെങ്കിലോ, തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരുന്നു. തന്ത്രിക്ക് പരിധിയിൽ കവിഞ്ഞ സ്വത്തുണ്ട്, പരിധിയിൽ കവിഞ്ഞ ഭൂമിയുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു പിന്തുണ ലഭിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കരുവാക്കുകയായിരുന്നു എന്നാണ് കേസ് ഫയൽ ചെയ്ത അഡ്വക്കേറ്റിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ആരോപണവുമില്ല, യാതൊരു കേസും നിൽക്കുന്നതല്ല എന്നുള്ളത് കോടതിയിൽ നിന്നും ഉണ്ടായി. മനഃപൂർവ്വം ഒരു തന്ത്രിയെ വിവാദത്തിൽ വലിച്ചേക്കുക വഴി ഗവൺമെന്റ് ഒന്നുകൂടി ഹിന്ദു സമൂഹത്തെ അവഹേളിച്ചിരിക്കുകയാണ്. എത്ര കുട്ടിത്തരമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. നെയ്യ്, ഒരു ശബരിമലയെ പോലുള്ള കോടിക്കണക്കിന് ദിവസം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സീസണിൽ അത്രയും ജനബാഹുല്യമുള്ള ഒരു മതസ്ഥാപനത്തിൽ അവിടെയുള്ള നെയ്യ് എത്രത്തോളം അതിന് ആവശ്യകതയുണ്ടാകും? എന്നാൽ അതിൻ്റെ കണക്കുകൾ ഒരു ചെറിയ തുണ്ട് കടലാസുകളിൽ പേന കൊണ്ട് റഫായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കണക്കാണ് കോടതിക്ക് മുന്നിൽ എത്തിയത്. കോടതി ബെഞ്ച് ഈ കാര്യം പരിശോധിക്കുകയും കോടതി ചോദിക്കുകയും ഉണ്ടായി. പെട്ടിക്കട പോലും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു വിമർശനം, അതിൻ്റെ അലയൊലികൾ കൊള്ളേണ്ടതെല്ലാം ഉണ്ടോ? ഇനിയും പല അറസ്റ്റുകളും ബാക്കി നിൽക്കുന്നു. പലരെയും ഈ വിഷയത്തിൽ ഇനിയും പിടിക്കാനുണ്ട്. ശബരിമലയുടെ നല്ല ദേവസ്വം ബോർഡിൻ്റെ മറ്റ് രംഗങ്ങളിലും അന്വേഷണങ്ങൾ വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാട്ടിലെ തടി തേവരുടെ ആന, വലിയട വലി എന്ന തത്വത്തെ, ആശയത്തെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇവർ മതത്തെ കാർന്നു തിന്നുന്നു, അധികാര കേന്ദ്രത്തെ കാർന്നു തിന്നുന്നു, സമൂഹത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. ഇവരെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരുന്നവരെ ഒരു ശാശ്വത പരിഹാരം ഇതിന് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഗവൺമെൻറ് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെടുകയും ഇതിനൊരു സ്പെഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരും ഏഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു നല്ല രീതിയിലുള്ള അന്വേഷണവും ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം ഇല്ലാത്തിടത്തോളം കാലം ഹിന്ദു സമൂഹത്തിന് ഇത് ഒരു കൂനിന്മേൽ കുരു എന്ന രീതിയിൽ ഉള്ള ഒരു കാര്യമായിരിക്കും ഉണ്ടാവുക എന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൊത്തത്തിൽ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് ശബരിമലയുടെ അധികാര കേന്ദ്രങ്ങൾ. ഭരണപരമായ നേതൃത്വമാണെങ്കിൽ അതിനേക്കാൾ ഉപരി മറ്റൊരു രൂപത്തിലും മൊത്തത്തിൽ ഒരു കൂട്ടായ്മ കള്ളന്മാരുടെ അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗത്തിൻ്റെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ വളരെ മോശപ്പെട്ട രീതിയിലൂടെയാണ് ശബരിമലയിലും മറ്റും നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് ഇത് വളരെയധികം മോശമുണ്ടാക്കുന്ന കാര്യം തന്നെ. ഇതെല്ലാം ഒരു റൂട്ടിൽ എത്തിക്കാത്തിടത്തോളം കാലം ഇത് ഒരു കാലത്തും ഈ വിഷയങ്ങൾ തീരില്ല. അതിൻ്റെതായ വഴിക്ക് അതിൻ്റെതായ സമയത്ത് ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. ഹൈക്കോടതി ഇതിൽ നല്ലൊരു സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. അവർ നേതൃത്വം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവരെ വിശ്വസിക്കാവുന്നതാണ്. ഏതായാലും കൂടുതൽ അന്വേഷണങ്ങളും അറസ്റ്റും വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഞാൻ ചുരുക്കുകയാണ്. ജയ് ഹിന്ദ്, നന്ദി, നമസ്കാരം.